നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വന്നിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം. ഷീജയുണ്ട്. ഷീജ, ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നിരിക്കുകയാണ്. സ്വാഭാവികമായും പെരുമാറ്റച്ചട്ട അടക്കമുള്ള കാര്യങ്ങളെല്ലാം നിലവിൽ വന്നു കഴിഞ്ഞില്ലേ? തീർച്ചയായും ഏതായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിജ്ഞാപനം ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മാതൃകാ പെരുമാറ്റച്ചട്ടവും നിലവിൽ വന്നിട്ടുണ്ട്. അവസാന ദിവസം നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കേണ്ട അവസാന ദിവസം എന്ന് പറയുന്നത് ജൂൺ 2 അതിൽ തന്നെ ഈ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ജൂൺ 3 നടക്കുന്നതായിരിക്കും. നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ജൂൺ 5 നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജൂൺ 19 തെരഞ്ഞെടുപ്പ് നടക്കും. 23 ഫലപ്രഖ്യാപനം. ഈ രീതിയിലാണ് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ വിജ്ഞാപനം കൂടി പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇനി ഏതായാലും തെരഞ്ഞെടുപ്പ് ആവശ്യത്തിലാണ്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ അത്രത്തോളം ഈ പ്രകൃതി കാലാവസ്ഥ അനുകൂലമല്ലെങ്കിൽ പോലും അവിടെ വലിയ തോതിലുള്ള തെരഞ്ഞെടുപ്പ് ചൂട് തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. പ്രത്യേകിച്ചും ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം അത് തന്നെയായിരിക്കും ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ PV അൻവറിന് വഴങ്ങുമോ ഇല്ലയോ എന്നുള്ള വിഷയം അത് വലിയ തോതിൽ ചർച്ചയാകുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നെല്ലാമാണ് UDF ക്യാമ്പ് നിലവിൽ വ്യക്തമാക്കുന്നത്. മനു, ശരി, നമുക്ക് നോക്കാം ഷീജ. ഏതായാലും ഈ പറഞ്ഞതുപോലെ മഴയുണ്ട്. പക്ഷേ മഴയ്ക്കൊന്നും തെരഞ്ഞെടുപ്പിന്റെ ചൂടിനെയോ ആവേശത്തെയോ മറയ്ക്കാൻ കഴിയില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം.